ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു ക്യൂട്ട് ഇയറിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഭയങ്കര ക്യൂട്ടും ആണല്ലേ. ഹാങ്ങിങ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡ്രോപ്പ് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസും ഹാങ്ങിങ് ആയിട്ട് പേൾ ബീഡ്സും ആണ് കേട്ടോ. ആദ്യം OHP ഷീറ്റിലേക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം റൗണ്ട് ഷേപ്പിലുള്ള സെറാമിക് കുന്തൻ സ്റ്റോൺ ആണ് ഒട്ടിച്ചു കൊടുത്തത്. അതിനുശേഷം അതിന് ചുറ്റും ഇതുപോലെ ഫ്ലവർ ഷേപ്പിൽ ഡ്രോപ്പ് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കുന്തൻ സ്റ്റോൺസിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി കളറായിരുന്നു. ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു കമ്മലായിരുന്നു. ഒരു ചെറിയ ഹാങ്ങിങ് ഒക്കെ വരുന്ന സ്റ്റഡ് മോഡൽ കമ്മലാണ് കേട്ടോ. ആദ്യത്തെ കമ്മലിനുള്ളത് ഞാൻ ആദ്യമേ ഷോർട്സ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പൊർട്രേറ്റ് വ്യൂവിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെയാണ് ആ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ. അതുപോലെ തന്നെ രണ്ടാമത്തതും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഡ്രൈ ആക്കാൻ വെക്കാം. ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റഡ് ബേസും ഐപ്പിന്നും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ സ്റ്റഡ് ബേസ് ഞാൻ ഇതിൽ ഇത്തിരി കയറ്റിയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നാലേ നമുക്ക് ഐപ്പിനും കൂടി ഒട്ടിച്ചു കൊടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ആദ്യം കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. B7000 ഗമ്മാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുക്കുക. താഴേക്ക് ഐപ്പിനും കൂടി ഒട്ടിച്ചു കൊടുക്കുക. ഐപ്പിനും കൂടി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിൽ വാക്സ് പേപ്പർ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എന്തോ എനിക്ക് മടിയായിട്ട് ഞാൻ വാക്സ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തില്ല കേട്ടോ. ഇനി ഇത് 24 hours ഡ്രൈ ആകാൻ വെച്ചതിന് ശേഷം നമുക്കിത് അസംബിൾ ചെയ്തെടുക്കാം. ആദ്യം ഒരു ജംപറിങ് എടുത്തിട്ട് അതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഈ ലോറിയാൽസ് ഇതുപോലെ വാങ്ങിച്ചതല്ല കേട്ടോ. 6mm പേൾ ബീഡ്സ് ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ ഈ ഒരു ലോറിയാൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ ഒരു ജംപറിങ് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ 3 ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ടിൽ ആഡ് ചെയ്ത് കൊടുത്ത ഐപ്പിന്നില്ലേ അതിലേക്ക് കോർത്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ കമ്മലിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കമ്മലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു കമ്മലാണ് കേട്ടോ. ഈ ഒരു മോഡൽ കമ്മൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. പല പല കളേഴ്സിലൊക്കെ ഉണ്ടാക്കി നോക്കണം. അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കമ്മലിൻ്റെ അടി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ആയി. അപ്പോൾ എനിക്ക് ഈ ഒരു കമ്മൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് കമ്മലിൻ്റെ പകൽ വെളിച്ചത്തിലുള്ള ഫൈനൽ ലുക്ക്. ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.